ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം വേറൊന്നുമല്ല, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ആക്കിയ ഓരോരോ സംഭവങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ ഒരു കേക്ക് സെറ്റ് ചെയ്തു. വേറെ എന്തൊക്കെയാണ് സെറ്റാക്കിയെന്ന് നമുക്ക് വഴിയേ കാണാം കേട്ടോ. ഞാൻ ഈ ക്രാഫ്റ്റ് ഫീൽഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 വർഷത്തിൻ്റെ മുകളിലായിട്ടുണ്ടാവും. അതിനിടയിൽ ഒരു പ്രാവശ്യം പോലും ഞാൻ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഇതുവരെ ഒരുപാട് പേർക്കുള്ള ഗിഫ്റ്റും കേക്കൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് സ്പെഷ്യലായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് ഞാൻ വിചാരിച്ചു എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന്. ഇതിന് നമുക്ക് വേണമെങ്കിൽ സെൽഫ് ലവ് എന്നും പറയാം. നമ്മൾ നമുക്ക് തന്നെ കൊടുക്കണ വാല്യൂ, റെസ്പെക്റ്റ് അല്ലെങ്കിൽ സ്നേഹം, അതിനൊക്കെയാണ് സെൽഫ് ലവ് എന്ന് പറയാം കേട്ടോ. അതൊരിക്കലും സെൽഫിഷ് അല്ല കേട്ടോ. സെൽഫിഷ് എന്ന് പറഞ്ഞാൽ നമ്മളെ കാര്യം മാത്രം നോക്കി വേറുള്ളവർക്ക് എന്തായാലും പ്രശ്നമില്ല, നമ്മളെ കാര്യം മാത്രം നടന്നാൽ മതി എന്നുള്ള ഒരു മൈൻഡ് സെറ്റിനെയാണ് നമ്മൾ സെൽഫിഷ് എന്ന് പറയാം. സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ നമ്മളതായ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് വേറെ ആരെയും ഹേർട്ട് ചെയ്യാതെ നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളോട് വേറൊരാൾ നമുക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ കാണാൻ ഇഷ്ടമില്ലാത്ത അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നമ്മളോടത് ചെയ്യുമെന്ന് പറയുകയാണെങ്കിൽ അവരോട് മാന്യമായിട്ട് നോ പറയുക. അതൊക്കെയാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത് കേട്ടോ. ഞാനിതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോയിലൊക്കെ സംസാരത്തിൻ്റെ ഇടയിൽ ടോ ടോ എന്ന് പറയുന്നുണ്ട് എന്ന് ഒരുപാട് പേര് പറഞ്ഞു. പക്ഷേ എനിക്ക് എങ്ങനെയാലും ഈ സംസാരത്തിൻ്റെ എൻഡിങ്ങിൽ ആ ഒരു ടോ വരികയാണ്, അത് മാറ്റാൻ കഴിയണില്ല. മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ എൻ്റെ കേക്കിൻ്റെ ഡിസൈനെ പറ്റി പറയാം കേട്ടോ. സത്യത്തിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഒരു റൗണ്ട് കേക്ക് തന്നെയാണ്. അത് ഈ കേക്ക് ബേക്ക് ചെയ്ത് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മളെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു. അപ്പം ഞാനിതിൻ്റെ കുറച്ച് ഭാഗം എടുത്തിട്ട് ഓർക്കും. അങ്ങനെ ഈ ഒരു ഷേപ്പ് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പിൻട്രസ്റ്റിലൊക്കെ നോക്കിയപ്പോഴാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കേക്ക് ഡിസൈൻ കണ്ടത്. അപ്പോൾ വിചാരിച്ചു അതന്നെ ചെയ്യാമെന്ന്. അങ്ങനെ കേക്ക് ക്രീമൊക്കെ വെച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്ലവർ തിരഞ്ഞ് നടക്കുകയാണ് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോയിലൊക്കെയുള്ള ചെടികളും പൂക്കളൊന്നും ഞാൻ ഉണ്ടാക്കണതല്ല കേട്ടോ. അതൊക്കെ ഇവിടെ ഉമ്മ ഉണ്ടാക്കണതാണ്. അപ്പോൾ ഉമ്മാനോട് പെർമിഷനൊക്കെ ചോദിച്ച് ഞാൻ ഇലയും പൂവൊക്കെ പറിക്കണ്ടേ. ഇനി ഈ ഇലയും പൂവൊക്കെ ഈ കേക്കിൽ കുത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കേക്കിൽ നമ്മൾ ഫ്രഷ് ഫ്ലവറും ലീഫൊക്കെ യൂസ് ചെയ്യുമ്പോൾ സാധാരണ സെല്ലോ ടേപ്പ് വെച്ചിട്ട് അതിൻ്റെ അടിഭാഗം നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കും കേട്ടോ. അതായത് കേക്കിന് ഒരു ചെടിച്ചട്ടി എന്നുള്ള ഒരു രീതിയിൽ ആക്കിയിട്ട് ഫ്ലവറും ലീഫൊക്കെ അതിലിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ചെയ്തത്. പക്ഷേ എത്ര ചെയ്തിട്ടും അതങ്ങോട്ട് സെറ്റായ പോലെ അല്ലെങ്കിൽ ഭംഗിയായ പോലെ തോന്നണില്ല. അപ്പോൾ പിന്നെ കേക്കിൻ്റെ മുകളിൽ കുറച്ച് ബീഡ്സും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. പക്ഷേ എന്നിട്ടും അത് സെറ്റായില്ല. അപ്പോൾ ഞാൻ ആ ഫ്ലവർ മാറ്റി വേറെ ആർട്ടിഫിഷ്യൽ ഫ്ലവർ തന്നെ ചെയ്ത് നോക്കി. കാരണം ഞാൻ ഈ കേക്ക് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാനിടാൻ പോണ ഡ്രസ്സിൻ്റെ കളർ വരുന്നത് ഈ ഒരു വയലറ്റ് കളറല്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന ആർട്ടിഫിഷ്യൽ ഫ്ലവറും എടുത്തിട്ട് വെച്ചിട്ട് നോക്കി. അങ്ങനെ വെച്ചപ്പോൾ മൊത്തത്തിലൊരു ഭംഗിയൊക്കെ തോന്നി. അപ്പോൾ ഞാനതങ്ങനെ വെച്ചു കേട്ടോ. ഇനി അതിൽ ഹാപ്പി ബർത്ത്ഡേ ടു മീ എന്ന് പറഞ്ഞിട്ടൊരു കോട്ട് ആഡ് ചെയ്യണം. അത് നമ്മൾ ക്രൈ കട്ടനിലാണ് ചെയ്തിട്ടുള്ളത്. അതായത് കേക്കിൽ പൈപ്പിംഗ് ബാഗ് കൊണ്ട് പേര് എഴുതാനൊന്നും എനിക്കങ്ങനെ അറിയില്ല. ഞാൻ പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടില്ല, ഇനി പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു ഔട്ട്ഫിറ്റ് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് കേട്ടോ. അലമാരിയിൽ എത്ര ഡ്രസ്സ് ഉണ്ടെങ്കിലും എന്തെങ്കിലും പുതിയതായിട്ടൊരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമുക്ക് പുതിയ ഡ്രസ്സ് വേണമെന്ന് പൊതുവെ ലേഡീസിൻ്റെ ഒരു കൺസേൺ ആണല്ലോ. അതേപോലെ തന്നെയാണ് ഞാനും. ഞാൻ പൊതുവെ അങ്ങനെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രസ്സുകൾ എടുക്കാറില്ല. കൂടുതലും ഓൺലൈനായിട്ട് വാങ്ങും. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ഫാബ്രിക്കൊക്കെ കണ്ടാൽ വാങ്ങിക്കും. എന്നിട്ട് എനിക്കിഷ്ടമുള്ള പോലെ സ്റ്റിച്ച് ചെയ്യും, എംബ്രോയ്ഡറി ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യാറാണ് കേട്ടോ പതിവ്. അപ്പോൾ ഇതും അതേപോലെ തന്നെ എൻ്റെ കയ്യിലൊരു സ്കേർട്ട് ഉണ്ട്, അതിനൊരു ടോപ്പാണ് ഞാൻ ചെയ്യുന്നത്. 2-3 മണിക്കൂർ കൊണ്ട് ഞാൻ ആ ടോപ്പിൻ്റെ വർക്ക് ഫിനിഷ് ചെയ്തു കേട്ടോ. ഈ കേക്ക് സെറ്റ് ചെയ്യണതും പിന്നെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യണതൊക്കെ ഞാൻ ഈ ഒരു ബർത്ത്ഡേൻ്റെ തലേ ദിവസമാണ് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞാൻ ഉദ്ദേശിക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന പോലത്തെ ഒരു എസ്തെറ്റിക് വൈബിൽ പുഴൻ്റെ തീരത്തിരുന്നിട്ട് പിന്നെ കുറച്ചു പ്രോപ്സൊക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനെ ചെറിയൊരു മിനിമൽ ലുക്കിൽ എന്നാൽ ഒരു എലഗൻ്റ് ആയിട്ടൊരു ഫോട്ടോഷൂട്ട്.
അതിൽ കുറച്ച് വീഡിയോസും അങ്ങനെ മൊത്തത്തിലൊരു കളറാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. നമ്മൾ ഇതിന് തിരഞ്ഞെടുത്തിട്ടുള്ള ലൊക്കേഷന് ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു പുഴയാണ് കേട്ടോ. ശരിക്കും ഞങ്ങൾക്ക് ഇവിടേക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. പക്ഷേ കേക്കും കുറച്ച് പ്രോപ്സൊക്കെ ഉണ്ടായതുകൊണ്ട് അതെല്ലാം കൂടി പിടിച്ച് നടക്കേണ്ട വിചാരിച്ചിട്ട് ഞങ്ങൾ വണ്ടി എടുത്തതാണ്. ഇത് കരിമ്പുഴ എന്നാണ് കേട്ടോ ഈ പുഴേനെ പറയുക. അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടാവലുണ്ട്, വലിയ പുഴ തന്നെയാണ്. ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് ഈ ഒരു പാലത്തിലേക്കാണ് കേട്ടോ. ചെറിയ പാലം എന്നാണ് ഇതിനെ പറയുക. ഇതിന്റെ കുറച്ച് മാറി റൈറ്റ് സൈഡിലായിട്ട് വലിയ പാലമുണ്ട്. അതിലൂടെ വലിയ വണ്ടികളും ബസ്സും ലോറിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പോണതാണ്. നല്ലൊരു വൈബാണ് കേട്ടോ രാവിലെയും വൈകുന്നേരമൊക്കെ ഇവിടെ. കാരണം ഒരു ചെറിയൊരു തണുപ്പും ഉണ്ടാവും, പിന്നെ ചെറിയ വെയിലും ഉണ്ടാവും. അങ്ങനെ നല്ല രസമുള്ളൊരു കാലാവസ്ഥയാണ്. വീക്കെൻഡിലൊക്കെ ഒരുപാട് പേര് ഇവിടെ വരാറുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ഫോട്ടോഷൂട്ടിന് പറ്റിയൊരു സ്ഥലം തപ്പി നടക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഈ ഭാഗത്ത് നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മറ്റേ ഭാഗത്ത് പോയി നോക്കി. അവിടെയാണ് കുറച്ചും കൂടി തണുപ്പെന്ന് തോന്നി. അങ്ങനെ അവിടേക്ക് പോവാണ്. സ്ഥലമൊക്കെ ഏകദേശം സെറ്റായി. അപ്പോൾ ഇനി അവിടെ കുറച്ച് പ്രോപ്സൊക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്യാനുണ്ട്. ഞാൻ അതിൻ്റെ ഓരോ വർക്കിലാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഈ വീഡിയോസൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്ത് തരുന്നത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് കേട്ടോ. ആൾ കുറേ പണ്ട് കൊടുങ്ങല്ലൂരൊക്കെ പോയി വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഒക്കെ പഠിച്ചതാണ്. പക്ഷേ അതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൊബൈലിൽ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് വരുമ്പോൾ ആൾക്കൊരു പുച്ഛാണ്. ഷട്ടറില്ല ക്യാമറ ആൾക്ക് പറ്റുള്ളൂ. അപ്പോൾ സാധാരണ ഞാൻ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് വീഡിയോസൊക്കെ എടുത്തുതരാൻ പറയുമ്പോൾ അത് ആൾക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ ഈ ഒരു പ്ലാൻ പറഞ്ഞപ്പം നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് എൻ്റെ കൂടെ പോകുന്നതാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആളെ നല്ല സപ്പോർട്ടാണ് കേട്ടോ എനിക്ക്. അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ലിമിറ്റേഷൻസ് വെച്ചിട്ട് എനിക്ക് ഇത്രയും കാര്യങ്ങളൊന്നും ഒരിക്കലും ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. കാരണം ഈ ഒരു വീഡിയോ ഷൂട്ടിൻ്റെ കാര്യമല്ല കേട്ടോ ഞാൻ പറയണത്. ഞാൻ ചെയ്യണ ഓരോ വർക്കും കാര്യങ്ങളൊക്കെ പലപ്പോഴും ഒരുപാട് സപ്പോർട്ട് എനിക്ക് ആവശ്യം ഉണ്ടാവാറുണ്ട്. ആ സമയത്തൊക്കെ എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്യാറുണ്ട് കേട്ടോ ആളും ക്രാഫ്റ്റ് ഫീൽഡിൽ തന്നെയാണ് കേട്ടോ വർക്ക് ചെയ്യണത്. അതായത് വുഡും റെസിനൊക്കെ വെച്ചിട്ടുള്ള ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കുക, അങ്ങനത്തതൊക്കെയാണ് ഹസ്ബൻഡിൻ്റെ വർക്ക്. അത് ഞാൻ ക്യാമറയുടെ മുന്നിലേക്ക് വരാൻ പറഞ്ഞപ്പം പിന്നെ വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ വേറൊരു ദിവസം ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ മൊത്തത്തിൽ അവിടെ പോയിട്ട് സെറ്റ് ചെയ്ത ഒരു സെറ്റപ്പ്. ഇവിടെ ഇരുന്നിട്ട് കേക്ക് കട്ട് ചെയ്തു, പിന്നെ കുറേ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. ഇനി ഇവിടെ തന്നെ അല്ല വേറെ ഓരോ സ്ഥലത്ത് പോയിട്ട് ഫോട്ടോ എടുക്കാൻ ഉള്ള സ്പേസ് തിരഞ്ഞ് നടക്കാൻ കേട്ടോ ഞങ്ങൾ. അതിൻ്റെ ഇടയിൽ എനിക്കൊരു സംഭവം കിട്ടി. സാധാരണ ഈ കടൽ തീരത്തും പുഴൻ്റെ വക്കത്തും പിന്നെ അതേപോലെ ഈ കാടിൻ്റെ സൈഡിലൊക്കെ പോകുമ്പോൾ കിട്ടണ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ കിട്ടും കേട്ടോ. അത് നമ്മൾ ഈ സേവ് ദ ഡേറ്റിനൊക്കെ അതിൽ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാൻ പറ്റണ ഓരോ സാധനങ്ങളായിരിക്കും. അപ്പോൾ വേറെ ഒന്നും കൂടിയും കണ്ടു. അപ്പോൾ ഞാനത് എടുത്തു നോക്കി. പക്ഷെ അതൊരു കല്ലായിരുന്നു. അത് ഞാൻ അവിടെ തന്നെ ഇട്ടു കേട്ടോ. ഇനി കുറച്ച് ദൂരമായിട്ടൊരു മരം ഇങ്ങനെ ചാഞ്ഞു കിടക്കണ പോലത്തെ, കുറേ മുന്നെന്നോ വെള്ളത്തിൽ വന്നതാണെന്ന് തോന്നുന്നു, അങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ അത് അതിൽ ഇരിക്കാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് കുറേ നേരം സംസാരിച്ചിരിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ അത്. ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. പക്ഷേ അത്ര സമയമൊന്നും ഇവിടെ വന്നിട്ട് ആയിട്ടുണ്ടെന്ന് തോന്നണേ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുട്ടികളൊക്കെ ഉറക്കി കിടത്തിയിട്ടാണ് ഇതിന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഉമ്മ വിളിച്ചിട്ട് കുട്ടികളെ എണീറ്റു എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ്. നമുക്കൊക്കെ ട്രാവൽ ചെയ്യാനും ഇതേപോലുള്ള സ്ഥലങ്ങളിൽ വരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലേ. പക്ഷേ നമ്മളെപ്പോഴും ദൂരെയുള്ള ഓരോ സ്ഥലങ്ങൾ കണ്ടിട്ട് അവിടെ പോകണം, അവിടെ എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നല്ലാതെ നമ്മൾ അടുത്ത് തന്നെയുള്ള സ്പേസിന് നമ്മൾ അങ്ങനെ ഒരു വാല്യൂ ഒന്നും കൊടുക്കലില്ല. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇത്രയും എൻജോയ് ചെയ്യാൻ പറ്റണ ഒരു സ്പേസ് ആണെന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ. കാരണം ഞങ്ങൾ എപ്പോഴും ഇവിടെ നടക്കാൻ പോകുമ്പോഴൊക്കെ ഈ പാലത്തിൻ്റെ മേലെ കൂടെ പോരുന്നുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തോ ഇപ്പുറത്തൊക്കെ നിന്ന് കുറേ നേരം നിൽക്കുന്നല്ലാതെ ഇന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോയ ആ സ്ഥലത്തേക്കൊന്നും ഞാൻ പോയിട്ടേ ഇല്ല കേട്ടോ. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് നല്ല ഭംഗി. അതായത് നമ്മൾ വേറെ എവിടെയെങ്കിലുമൊക്കെ പൈസയൊക്കെ ചിലവാക്കി നമ്മൾ പോയിട്ട് കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടിട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാവരും നിങ്ങളടുത്തുള്ള സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് ഹാപ്പി ആയിട്ടിരിക്കാം കേട്ടോ. ഇനി നമുക്ക് ഫൈനൽ വീഡിയോ കാണാം.